പാലക്കാട് ധോണിയെ വിറപ്പിച്ച കാട്ടുകൊമ്പൻ PT7 വീണ്ടും കാഴ്ചയുടെ ലോകത്തേക്ക് തിരിച്ചു വരികയാണ്. ഇപ്പോൾ PT7 രണ്ട് വശത്തുള്ളവരെയും തിരിച്ചറിയാൻ കഴിയുന്നതായാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതോടെ PT7ന്റെ കാഴ്ച തിരിച്ചു കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ വാരാഘോഷത്തിന്റെ ഭാഗമായി ധോണിയിൽ ആന ക്യാമ്പ് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ആനപ്പാപ്പാന്മാരെ ആദരിച്ച ശേഷമാണ് മന്ത്രി മടങ്ങിയത്. PT7ന്റെ കണ്ണുകളെ ബാധിച്ച തിമിരം മെല്ലെ കുറയുന്നുണ്ട്. ഒരു കാലത്ത് കാടുകുലുക്കി നടന്ന പഴയ കൊമ്പനല്ല ഇന്നത്തെ PT7. പാപ്പാന്റെ ചട്ടത്തിനനുസരണയോടെ തലകുലുക്കുന്ന നല്ല നാട്ടാനയായി ധോണി മാറി വരികയാണ്. എന്തായാലും ആനക്യാമ്പിൽ വെറ്റിനറി ഡോക്ടർമാരുടെ സേവനവും ഇപ്പോൾ ഉറപ്പാക്കിയിട്ടുണ്ട്. 4 വർഷത്തോളം പാലക്കാട് ധോണി പ്രദേശത്തിന്റെ ഉറക്കം കെടുത്തിയ കാട്ടുകൊമ്പനായിരുന്നു പാലക്കാട് ടസ്കർ 7 എന്ന PT7. 72 അംഗ ദൗത്യ സംഘത്തിന്റെ ശ്രമകരമായ ദൗത്യത്തിലൂടെയാണ് ആനയെ മയക്കുവെടിവെച്ച വനം വകുപ്പ് പിടികൂടിയത്. ചീഫ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ 50 മീറ്റർ അകലെ നിന്ന് ആനയുടെ ചെവിക്ക് പിന്നിലേക്ക് മയക്കുവെടി ഉതിർക്കുകയായിരുന്നു. തുടർന്ന് 3 കുങ്കിയാനകളുടെ സഹായത്തോടെ 4 മണിക്കൂർ കൊണ്ടാണ് വനത്തിൽ നിന്ന് PT7നെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും 2 കണ്ണുകൾക്കും തിമിരം ബാധിച്ച PT7ന്റെ കാഴ്ച പൂർണ്ണമായും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ വനം വകുപ്പ്.